ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടിയാണ് ഇവിടെ വന്നത്. സാറിൻ്റെ സ്പീച്ച് കേട്ട് നല്ലൊരു മോട്ടിവേഷനായിരുന്നു. എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വിശ്വാസമായി ഇത് ക്യൂറാവുമെന്ന്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇദ്ദേഹം ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ. കൂടാതെ പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്നും ചോദിക്കാം. നമസ്കാരം സാർ. സാറിന്റെ പേര്? ദയാനന്ദ്. എവിടെ നിന്നാ വരുന്നത് സാർ? ബാംഗ്ലൂരിൽ. സാറിന്റെ ഏജ്? 37. ഓക്കെ. സാറിന് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? അതെന്താന്ന് വെച്ചാൽ ക്ലാസിക്കൽ ഹോഡ്ഗിൻ ലിംബോമ ക്യാൻസർ എന്നാണ് പറഞ്ഞത്. ഓക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് എനിക്കൊരു വേദന പോലെ തോന്നിയത്. വായിലും ഒരു അസ്വസ്ഥതയൊക്കെ വന്നു. എന്താണതെന്നുള്ളൊരു ആശങ്കയൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫാമിലി ഡോക്ടറെ പോയി കണ്ടു. അവരൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. അതിൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ കാണുന്നുണ്ട്. അതിനിപ്പോൾ ഡയറക്റ്റായിട്ട് FNSC ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ സ്കാനിലും എക്സ്റേയിലും ഒരു ടെസ്റ്റിലും ഒന്നും കാണാതെ വന്നപ്പോൾ ബയോപ്സി എടുക്കാൻ തീരുമാനിച്ചു. ബയോപ്സി എടുത്തെങ്കിലും അതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വന്നില്ല. അതിനുശേഷം 2 ടെസ്റ്റ്, ഒബ്സർവേഷൻ ടെസ്റ്റാണെന്നാണ് പറഞ്ഞത്, അതെടുത്തു. അവസാനം റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു ക്യാൻസർ പോലത്തെ രോഗമാണ്. ഞാൻ സാധാരണക്കാരെ പോലെ അത് വിട്ടുകളഞ്ഞു. റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്ത് 4 നോട്ട്സ് ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ കോവിഡിന് വേണ്ടിയിട്ട് 3 വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ശരിക്കും അതിന് 2 പാടാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇടത് ഭാഗത്തായിട്ട് ഒരെണ്ണം കൂടി കണ്ടു. ഈ ഹാർട്ടിന് താഴെയായിട്ടൊരു മുഴ പോലെ കണ്ടു. പിന്നെ ഇതേ ഇവിടെയും കണ്ടു. ഇങ്ങനെ 3 സ്ഥലത്താണ് കണ്ടത്. നിങ്ങൾക്ക് 3rd സ്റ്റേജ് ആണ്, ഉടനെ തന്നെ കീമോ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി 1 മാസമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ്, കീമോ ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അതൊക്കെ അറിഞ്ഞു. അതിൽ ഓരോരുത്തരും ഓരോ തരത്തിലാണ് പറഞ്ഞത്. എന്തെന്നാൽ ഈ കീമോ എടുത്താലും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെയാണ് പറഞ്ഞത്. റേഡിയേഷൻ ചെയ്താലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോസ് എല്ലാം ഞാൻ ആദ്യമേ എനിക്ക് ഈ കുഴപ്പമുണ്ടായപ്പോൾ തന്നെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. സോ ഉറപ്പായിട്ടും ഇത് മാറുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാനിവിടെ വന്നത് തന്നെ. ഇതിൽ ദൈവം എന്തൊക്കെ തീരുമാനിച്ചാലും എന്റെ കോൺഫിഡന്റ് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇതില് സാറിന്റെ സ്പീച്ച് കേട്ടപ്പോൾ തന്നെ മോട്ടിവേഷൻ കിട്ടി എനിക്ക്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. ഓക്കെ സാർ. സാർ ധൈര്യമായിട്ട് തന്നെ ഇരുന്നോളൂ. ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാം ഫോളോ ചെയ്തോളൂ. തുടക്കത്തില് ഈ ശ്വാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിക്കും നല്ല ധൈര്യം വന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൂടെ ശ്വസിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു കോൺഫിഡന്റ് വന്നു. ഞാൻ കാരണമാണ് ഫാമിലിക്കും വിശ്വാസം വന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ക്യാൻസർ വന്നത് എനിക്കാണല്ലോ. എനിക്ക് ധൈര്യം വന്നാൽ എല്ലാവർക്കും കോൺഫിഡന്റ് വരും. ഓക്കെ സാർ, ഇതേ കോൺഫിഡൻസോട് കൂടെ തന്നെ ഇരുന്നോളൂ. മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. ഞങ്ങൾ എല്ലാവരും സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടുന്ന് തരുന്ന മെഡിസിൻ ഒക്കെ സാർ കണ്ടിന്യൂ ചെയ്തോളൂ. സാറിന് എത്രയും പെട്ടെന്ന് എല്ലാം ഭേദമാവട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സാർ. ഓക്കെ.